ഹലോ ഹായ് വെൽക്കം. അപ്പോൾ ഇന്ന് സൈലം ഇൻസ്റ്റിറ്റ്യൂട്ട് ക്ലാസ്സുകൾ ഓക്കെയാണ്, നിങ്ങൾ ഹാപ്പി അല്ലേ? നിങ്ങൾക്ക് സൈലത്തിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ എന്താണ് ഇഷ്ടപ്പെട്ട സംഭവം എന്താണ്? അപ്പാർട്ട് ഫ്രം മീ, അതെനിക്കറിയാം, അത് ഫസ്റ്റ് ആണെന്നുള്ള കാര്യം എനിക്കറിയാം. അതല്ലാണ്ട് വേറെ എന്താണ്? ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ ഫെസിലിറ്റീസ് ആൻഡ് അവർ പ്രൊവൈഡ് ചെയ്തതൊക്കെ നമുക്ക് നല്ലോണം സാറ്റിസ്ഫൈഡ് ആണ്. എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ്, ഡൗട്ട് ക്ലിയറൻസ് ആണെങ്കിലും എല്ലാത്തിനും നല്ല സപ്പോർട്ടാണ്. ഇവർക്ക് കമ്പാരിറ്റീവ്ലി ഫീസ് സ്ട്രക്ചർ ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കമ്പയർ ചെയ്യുമ്പം ഭയങ്കര കുറവാണ്. അപ്പം അതാണ് എന്നെ മെയിനായിട്ട് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. പിന്നെ ഇവിടുത്തെ ഫാക്കൽറ്റീസൊക്കെ നല്ല കുറച്ചും കൂടെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഫാക്കൽറ്റീസാണ്. നമുക്കിവിടെ എപ്പോൾ വേണമെങ്കിലും സ്റ്റഡി റൂമൊക്കെ ആക്സസിബിൾ ആണ്. രാവിലെ വന്ന് വൈകുന്നേരം വരെ ഒക്കെ ഇരിക്കാം. ഇപ്പം ഈവൻ ക്ലാസ്സില്ലാത്ത ദിവസങ്ങളാണെങ്കിലും നമുക്കിവിടെ പോയി വന്നിരിക്കാം പഠിക്കാൻ വേണ്ടിയിട്ട്. +1 +2 സയൻസ് എടുത്ത് അല്ലെങ്കിൽ എടുക്കാൻ പറ്റാത്ത സീറ്റ് കിട്ടാത്ത കുട്ടികളായിരിക്കും കൊമേഴ്സിലേക്ക് വരും. പക്ഷെ ഇന്നൊരു വലിയൊരു ഷിഫ്റ്റ് അവിടെ നടക്കുന്നത്. കാരണം കുട്ടികൾ കൊമേഴ്സിലേക്ക് വരികയാണ്, നേരിട്ട് വരികയാണ്. ACCA മാത്രമല്ല, എല്ലാ ചാർട്ടേഡ് അക്കൗണ്ടൻസി ക്വാളിഫിക്കേഷൻസിനും ഒരു പോപ്പുലാരിറ്റി അല്ലെങ്കിൽ ആ ഒരു സ്കോപ്പ് വർദ്ധിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഈ കൊമേഴ്സിൻ്റെ സാധ്യതകളാണ് അവിടെ നമുക്ക് മുമ്പിൽ തുറന്നു കാട്ടപ്പെടുന്നത്. ആക്ച്വലി ഞാൻ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറാൻ പോയതാണ്. അപ്പോഴാണ് സൈലത്തിൻ്റെ ഓഫർ ആണെന്ന്. പിന്നെ ഇവിടെ ബെസ്റ്റ് ഫാക്കൽറ്റീസും കൂടി ഉള്ളതുകൊണ്ട് വേറൊരു സെക്കൻഡ് ഓപ്ഷൻ നോക്കിയില്ല, സൈലത്തിലാണ്. സൈലം എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡ് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ അറിയപ്പെടുന്നത് ഏറ്റവും മികച്ച ക്ലാസ്സുകൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസുകളിൽ കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ്. ഇൻസ്റ്റഗ്രാമിലൊരു പോസ്റ്റ് കണ്ടിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ സാറിൻ്റെ ടീച്ചിങ് ക്വാളിറ്റി ഒക്കെ ഞാൻ വേറെ കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ടീച്ചിങ് ക്വാളിറ്റിക്ക് ഭയങ്കര ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ ഏത് സമയത്തും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ മെൻറ്റേഴ്സ് ഉണ്ട്. പിന്നെ സാർ എപ്പോഴും അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടി അവൈലബിൾ ആണ്, എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ക്ലാസ്സിൽ കോംപ്രമൈസ് ഇല്ല, ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല, ഇൻഫ്രാസ്ട്രക്ചറിൽ കോംപ്രമൈസ് ഇല്ല. അതുപോലെ തന്നെ ലെക്ചേഴ്സൊക്കെ എന്താ പറയുക, ടോപ്പ് ട്രെയിനേഴ്സ്, അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ അറിയപ്പെടുന്ന ഏറ്റവും ടോപ്പ് ട്രെയിനേഴ്സ് ആയിരിക്കും ഇവിടെ വന്നിട്ട് ക്ലാസ് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പൊതുവെയുള്ള ഒരു സംശയമായിരിക്കും, ഓക്കെ, ടോപ്പ് ട്രെയിനേഴ്സ്, ടോപ്പ് ഇൻഫ്രാസ്ട്രക്ചർ, ടോപ്പ് ക്ലാസ്സസ്, മെറ്റീരിയൽസ് ഏറ്റവും ടോപ്പാണ്, അപ്പം ഈ ഫീസ് അത് കൂടുതലായിരിക്കും എന്നുള്ള കാര്യം ഒരിക്കലും ഇല്ല. സൈലത്തിൻ്റെ ആ ഒരു മെയിൻ USP ഫീസ് തന്നെയാണ്. കുട്ടികൾക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ആ ഒരു ഫീസിലായിരിക്കും നമ്മൾ ഈ പറയുന്ന ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻസി ക്വാളിഫിക്കേഷൻസ് നമ്മൾ ചെയ്യും. കൊച്ചിയിലുള്ള സൈലം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ കറൻ്റ്ലി, കാരണം ഒരുപാട് കോഴ്സുകളുണ്ട്, ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ജോയിൻ ചെയ്യുന്നു. അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇത് വേൾഡ് ഓഫ് കൊമേഴ്സ് അല്ലെ, കൊമേഴ്സിൻ്റെ സാധ്യതകൾ. ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ കൂടുതലും കൊമേഴ്സൊക്കെ എടുത്ത് എൻ്റെയൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ CA കോഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് അക്ക എന്ന് ഞങ്ങൾ ഷോർട്ടായിട്ട് പറയുന്നൊരു സംഭവമാണ്. ACCA, അതുപോലെ CMA, CAE മുതലായിട്ടുള്ള കോഴ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ സൈലത്തിൽ എന്താണ് ഇതിൻ്റെ സാധ്യതകളും കാര്യങ്ങളും ഇവിടെ വന്നപ്പോൾ വളരെ കുറേ സ്റ്റുഡൻസൊക്കെ ഉണ്ട്. അപ്പോൾ കൂടുതലായിട്ട് അറിയാൻ വേണ്ടി ഇത് കൂടുതൽ ഈ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തതാണ്. അതിലൊരു വൺ ഓഫ് ദ ടോപ്പ് ട്രെയിനർന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റുന്ന വിശാൽ സോ. ഹലോ, ബൈ. ഹലോ ബ്രോ, എന്തുണ്ട് വിശേഷം? സന്തോഷം. കറക്റ്റ് തന്നെയാണോ ഞാൻ പറഞ്ഞത്? ഓക്കെ, കറക്റ്റാ, പക്ക. എന്തുണ്ട് വിശേഷം? അതാദ്യം പറഞ്ഞത്. സുഖം തന്നെയാണ്. നമ്മൾ എറണാകുളത്ത് വന്നിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 1 മന്തായി. അപ്പം ഫസ്റ്റ് മന്തിൽ തന്നെ നമുക്ക് അറൗണ്ട് ഒരു 800 to 1000 സ്റ്റുഡൻസിനെ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. സോ അത് വലിയൊരു കാര്യമായിട്ട് തോന്നുന്നു. ആൻഡ് ഓൾറെഡി നമുക്കറിയുന്നത് പോലെ തന്നെ കൊമേഴ്സിൻ്റെ ആ ഒരു അതിപ്രസരം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. മുമ്പൊക്കെ സ്റ്റുഡൻസ് സയൻസ് ആയിട്ട് റിലേറ്റഡ് ആയിരിക്കും. അതായത് 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞാൽ ഡോക്ടർ എഞ്ചിനീയർ, +1 +2 സയൻസ് എടുത്ത് അല്ലെങ്കിൽ എടുക്കാൻ പറ്റാത്ത സീറ്റ് കിട്ടാത്ത കുട്ടികളായിരിക്കും കൊമേഴ്സിലേക്ക് വരിക. പക്ഷേ ഇന്നൊരു വലിയൊരു ഷിഫ്റ്റ് അവിടെ നടക്കുന്നുണ്ട്. കാരണം കുട്ടികൾ കൊമേഴ്സിലേക്ക് വരികയാണ്, നേരിട്ട് വരികയാണ്. ഇപ്പോൾ എൻ്റെ ഒരു കസിന്, പുള്ളിക്ക് എന്താ പറയുക, കൊമേഴ്സ് കിട്ടായിട്ട് സയൻസിലോട്ട് ജോയിൻ ചെയ്ത് ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കൊമേഴ്സ് ആയിരുന്നു. അടിപൊളി. ഇപ്പോൾ എനിക്ക് തോന്നി, ഇപ്പോൾ ഈ ACCA എന്ന് ഞാൻ പറയുന്നുള്ള കാര്യം 2012 ഏകദേശം 11-12 ആ ഒരു ടൈമിലാണ് എനിക്കൊന്ന് ഇവിടെ കുറച്ചുകൂടെ പോപ്പുലർ ആയെന്ന് തോന്നുന്നു. അതിന് മുമ്പ് തന്നെ ഉണ്ട്, എനിക്ക് തോന്നുന്നു 94 ഫ്രം ഇവിടെ ഉണ്ട്. ഇപ്പോൾ കുറച്ചും കൂടെ അത് വളരെ രീതിയിൽ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി തോന്നുന്നു അല്ലേ?
അല്ല, അതിലുള്ള മെയിനായിട്ടുള്ളൊരു കാരണം ACCA മാത്രമല്ല, എല്ലാ ചാർട്ടേഡ് അക്കൗണ്ടൻസി ക്വാളിഫിക്കേഷൻസിനും ഒരു പോപ്പുലാരിറ്റി അല്ലെങ്കിൽ ആ ഒരു സ്കോപ്പ് വർദ്ധിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഈ കൊമേഴ്സിൻ്റെ സാധ്യതകളാണ് അവിടെ നമുക്ക് മുമ്പിൽ തുറന്നു കാട്ടപ്പെടുന്നത്. കാരണം ഈ കൊമേഴ്സിൻ്റെ സാധ്യത എന്ന് പറയുമ്പോൾ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും അധികം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു എക്കോണമിയായി മാറുകയാണ്. പിന്നെ ഇന്ത്യയിൽ വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് കൊമേഴ്സ് ഫീൽഡിൽ അതുകൊണ്ട് തന്നെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെയാണ് മിക്ക ഗൾഫ് കൺട്രീസും അവർക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന എക്കോണമീസാണ്. അപ്പോൾ ഈ വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിൽ, എക്കണോമിക്കൽ ഡെവലപ്മെൻറ്റ് നടക്കുന്ന രാജ്യങ്ങളിൽ കൊമേഴ്സിൻ്റെ സാധ്യതകൾ അത്രത്തോളം ഉണ്ട്. അതുകൊണ്ടാണ് കുട്ടികൾ കൂടുതലും ഒരു വളരെ കുറഞ്ഞ പ്രായത്തിൽ നല്ലൊരു ക്വാളിഫിക്കേഷൻ നേടുക എന്നുള്ള ഉദ്ദേശത്തിൽ കൊമേഴ്സിലെ പ്രീമിയം ചാർട്ടേഡ് അക്കൗണ്ടൻസി ക്വാളിഫിക്കേഷൻസ് ജോയിൻ ചെയ്യുന്നത്. ഇതൊക്കെ കൊമേഴ്സിലെ പ്രീമിയം ചാർട്ടേഡ് അക്കൗണ്ടൻസി ക്വാളിഫിക്കേഷൻസ് ആണ്. CA, ACCA, CMA India, CMA US ഒക്കെ. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ആരൊക്കെ വർക്ക് ചെയ്യും? ഒരു ഡോക്ടർ ഉണ്ടാവും. പക്ഷേ ഡോക്ടർ മാത്രമല്ല, അവിടെ ഒരു അക്കൗണ്ടൻ്റ് ഉണ്ടാവും, അവിടെ ഒരു ഓഡിറ്റർ ഉണ്ടാവും, ടാക്സ് നോക്കുന്ന ആളുണ്ടാവും, റിസ്ക് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് വേറൊരാളുണ്ടാവും. അപ്പം മറ്റേ ഹോസ്പിറ്റലിൽ ഡോക്ടറും നേഴ്സും മാത്രമേ ആ ഒരു സയൻസ് ഏരിയയിൽ നിന്ന് വരുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ കൊമേഴ്സിലാണ്. അപ്പോൾ ഇങ്ങനെ ഏതൊരു സെക്ടർ എടുത്ത് നോക്കുവാണെങ്കിലും, കൺസ്ട്രക്ഷൻ ആയാലും ഏത് സെക്ടർ എടുത്ത് നോക്കുവാണെങ്കിലും അവിടെ കൊമേഴ്സ് എന്നുള്ള കാൻഡിഡേറ്റ്സ് അവിടെ റിക്വയർഡ് ആണ്. അപ്പം ജോലി സാധ്യത അത്രത്തോളം വലുതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിപ്പം ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഇവരുടെ ഒരു നമ്മളുടെ ഒരു കോർ കോമ്പറ്റൻസി എന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റത്തക്ക എന്തൊക്കെ അതിപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്കതിനെ അറിയാവുന്ന ആൾക്കാർ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സ്റ്റുഡൻസിൽ തന്നെ നമുക്കറിയാവുന്നവരുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. അപ്പം ലൈക്ക് നിങ്ങൾ സ്റ്റുഡൻസുമായിട്ടുള്ള റിലേഷൻ ആണെങ്കിലും ഇറ്റ്സ് ലൈക്ക് എ വെരി ഗുഡ് ബോണ്ട് എന്ന് പറഞ്ഞു. അത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയും കൂടെ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഈ സൈലം എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡ് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ അറിയപ്പെടുന്നത് ഏറ്റവും മികച്ച ക്ലാസ്സുകൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസുകളിൽ കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടാണ്. സോ നമ്മൾ ക്ലാസ്സിൽ കോംപ്രമൈസ് ഇല്ല, ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല, ഇൻഫ്രാസ്ട്രക്ചറിൽ കോംപ്രമൈസ് ഇല്ല. അതുപോലെ തന്നെ ലെക്ചേഴ്സൊക്കെ എന്താ പറയുക, ടോപ്പ് ട്രെയിനേഴ്സ്, അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ അറിയപ്പെടുന്ന ഏറ്റവും ടോപ്പ് ട്രെയിനേഴ്സ് ആയിരിക്കും ഇവിടെ വന്നിട്ട് ക്ലാസ് കൊടുക്കുക. അപ്പോൾ ഞാനിങ്ങനെയൊക്കെ പറയുമ്പോൾ പൊതുവേയുള്ള ഒരു സംശയമായിരിക്കും, ഓക്കെ ടോപ്പ് ട്രെയിനേഴ്സ്, ടോപ്പ് ഇൻഫ്രാസ്ട്രക്ചർ, ടോപ്പ് ക്ലാസ്സസ്, മെറ്റീരിയൽസ് ഏറ്റവും ടോപ്പാണ്, അപ്പം ഈ ഫീസ് അത് കൂടുതലായിരിക്കും എന്നുള്ള കാര്യം ഒരിക്കലും ഇല്ല. സൈലത്തിൻ്റെ ആ ഒരു മെയിൻ USP ഫീസ് തന്നെയാണ്. കുട്ടികൾക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ആ ഒരു ഫീസിലായിരിക്കും നമ്മൾ ഈ പറയുന്ന ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻസി ക്വാളിഫിക്കേഷൻസ് നമ്മൾ ചെയ്യും. പലരും ഈ ഫീ കൂടുതലായതുകൊണ്ട് പോകാൻ പറ്റാതിരിക്കുന്നവരുണ്ട്. അതാണ് നമ്മുടെ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത്, നമ്മുടെ ഡയറക്ടേഴ്സ് നമ്മുടെ CEO ഡോക്ടർ അനന്തുവാണ്, അതുപോലെ ഡയറക്ടർ ലിജീസ് സർ, LK സർ ഉണ്ട്. അവരൊക്കെ എൻ്റെ അടുത്ത് ഞാനിവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഫീസ് കൂടുതലായതുകൊണ്ട് ഒരു കുട്ടിയുടെ പഠനം അത് മുടങ്ങരുത്. അപ്പോൾ നമ്മൾ ഫീസ് അഫോർഡബിൾ ആക്കി കൊടുക്കുക, കുട്ടികൾ പഠിച്ചോട്ടെ. സോ അൾട്ടിമേറ്റ്ലി എന്താണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആ ഒരു ലാഭം കാര്യങ്ങളൊക്കെ ഈ ഒരു കുറഞ്ഞ ഫീസിൽ തന്നെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ്. ഇത് ജസ്റ്റ് ഇപ്പോൾ ഈ ഒരു ഏജിലുള്ള പിള്ളേർക്കൊക്കെ ഉള്ളൊരു ഡൗട്ടാണ്. അല്ലെങ്കിൽ നമ്മൾക്ക് അവിടെ ചെന്ന് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കുമോ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫാക്കൽറ്റീസ് എങ്ങനെ ആവാം, നേരത്തെ പറഞ്ഞു ആ ഒരു ബോണ്ടിങ്. പിന്നെ ഇസ് ഇറ്റ് ഫൺ പ്ലേസ് ടു സ്റ്റഡി ആൻഡ് ഹാവ് ഫൺ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. സോ ആ ഒരു ആംബിയൻസിന് അതും തീർച്ചയായിട്ടും ഒരു നമ്മളൊക്കെ ഈ മുമ്പ് സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ മാത്സ് ടീച്ചർ എന്നൊക്കെ പറയുമ്പോൾ ഒരു പേടിയായിരിക്കും അല്ലേ, എപ്പോഴും ടീച്ചർ നമ്മളെ ചീത്ത പറയുകയോ പുറത്താക്കുകയോ ശിക്ഷിക്കുകയോ എന്നുള്ള കാര്യം. പക്ഷേ ഇന്നത്തെ ഒരു കാലത്ത് അങ്ങനെ ഒരു സ്കീമല്ല. ഈവൺ സ്കൂളുകളിലായാൽ പോലും ലെക്ചറേഴ്സൊക്കെ പ്യുവർലി ഫ്രണ്ട്ലി ആണ്. നമ്മൾ കുട്ടികളോട് എത്രത്തോളം നമുക്ക് കുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കുന്നു, അത്രത്തോളം അവർ ക്ലാസ്സിൽ ഇൻവോൾവ് ആവുമെന്നാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്ന ലെക്ചറേഴ്സിൻ്റെയൊക്കെ ഒരു തോട്ട് പ്രോസസ്സ്. അപ്പോൾ നമ്മൾ ഫ്രീഡം കൊടുക്കുകയാണ്, ഫ്രണ്ട്ലി ആവുകയാണ്. സോ ദേ ലാസ്റ്റ് ഡൗട്ട്. ഒരിക്കലും ഒരു കുട്ടിക്ക് ഡൗട്ട് ചോദിക്കാനുള്ള ആ ഒരു എന്താ പറയുക, ഒരു ഡൗട്ട് വന്നു പക്ഷേ ചോദിക്കാനൊരു മടി, പ്രയാസം അത് തോന്നരുത്. അത് തോന്നാതിരിക്കാനുള്ള അറ്റ്മോസ്ഫിയർ ആണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഫീൽ ഫ്രീ ഗേറ്റ് വേ. ഡെഫിനറ്റ്ലി. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ കൊടുക്കുന്ന സമയത്ത് നമ്മൾ വളരെ ഫ്രണ്ട്ലി ആയി ഡീൽ ചെയ്യുകയാണ്, സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ്. ലൈക്ക് എ ബിഗ് ബ്രദർ, എന്താണ്, ഒരു സഹോദര സ്ഥാനത്തിൽ നിന്നുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ സാർ കമൻസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കുട്ടികളൊക്കെ ഫുള്ളി ഹാപ്പിയാണ്. ബിക്കോസ് ലെക്ചറേഴ്സൊക്കെ എപ്പോഴും ആക്സസിബിൾ ആണ്. സംശയങ്ങൾക്കുള്ള എല്ലാ മറുപടികളും അറ്റ് ദി ഏർലിയസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. ഈവൺ നമ്മുടെ സ്റ്റഡീസ് റിലേറ്റഡ് മാത്രമല്ല, കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള, ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളടക്കം കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഇവിടുത്തെ ലെക്ചറേഴ്സ് ഉള്ളത്. അതുപോലെ തന്നെ നമ്മൾ അല്ലെങ്കിൽ ഒരു കൊമേഴ്സ് അല്ലെങ്കിൽ ഒരു CA അല്ലെങ്കിൽ അക്ക എന്നൊക്കെ കേൾക്കുന്ന പറയുമ്പോൾ പലർക്കും ഉള്ളൊരു ഡൗട്ട്സ്, അതിനെപ്പറ്റി അറിയാവുന്നവർ കൂടുതൽ ആൾക്കാർ അറിയാവുന്നവരാണ്. എന്നാലും ഒരു വിഭാഗം ചിലപ്പോൾ അതിനെപ്പറ്റി ഇപ്പോഴും സ്റ്റിൽ സീക്കിംഗ്
നോളജ് നോക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കുള്ള ഡൗട്ടായിരിക്കാം ചിലപ്പോൾ ഇതിൻ്റെ ഒരു ജോബ് പാറ്റേൺ എങ്ങനെയായിരിക്കും, ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് നമുക്ക് പ്ലേസ്മെൻറ്റ് എങ്ങനെ ആയിരിക്കാം, വാട്ട് കൈൻഡ് ഓഫ് ജോബ് ഐ ഗെറ്റ്, അല്ലെ എങ്ങനെയാണ് അതിൻ്റെ പാക്കേജ് എങ്ങനെ ആയിരിക്കും, ഇങ്ങനെയുള്ള ഡൗട്ട്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ളൊരു എനിക്ക് തോന്നുന്നു ഈ ഒരു കാര്യം പറയാൻ വേണ്ടി എനിക്കൊരു 5 മിനിറ്റ് നിങ്ങൾ തരേണ്ടി വരും, 30 സെക്കൻഡ് പോരാ. അതെ. ഓക്കെ, സോ ഇതിൽ നമ്മൾ ഇതിൻ്റെ സ്കോപ്പ് ഞാൻ നേരത്തെ പറഞ്ഞു, ഏറ്റവും കൂടുതൽ ജോലി സാധ്യതകളുള്ളൊരു ഫീൽഡാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൊമേഴ്സിൽ തന്നെയുള്ള ഏറ്റവും പ്രീമിയം ക്വാളിഫിക്കേഷനാണ് ഈ പറയുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻസി ക്വാളിഫിക്കേഷൻ. സോ അത് പഠിച്ചാൽ ഡെഫിനറ്റ്ലി നമ്മുടെ ലൈഫ് സെക്യൂർഡ് ആണ്, നമുക്ക് ജോലി കിട്ടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വാല്യൂ ഫോർ ദ സൈൻ എന്ന് പറയുന്നത് അതാണ്. അതെ, സി എക്കാരുടെ സൈനിനാണ് സിഗ്നേച്ചറിനാണ് വില എന്ന് പറയുന്നത് പോലെ. സോ ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ACCA പോലുള്ള ക്വാളിഫിക്കേഷൻസ് +2 കഴിഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അത് +2 കഴിഞ്ഞ് ഒരു 2 ഇയേഴ്സ് കൊണ്ടൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ 18-ാമത്തെ വയസ്സിൽ +2 കഴിഞ്ഞ് 20-ാമത്തെ വയസ്സാകുമ്പോഴേക്ക് ACCA കംപ്ലീറ്റ് ചെയ്ത് പ്ലേസ്ഡ് ആവുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു പാക്കേജ് നോക്കുവാണെങ്കിൽ ഞാനൊരു റഫ് ഫിഗർ പറയുകയാണ്. അവർ എറണാകുളത്ത് ഉള്ള മൾട്ടിനാഷണൽ കമ്പനീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ടേഴ്സ് ഫ്രഷേഴ്സ് ആണ്, 20 വയസ്സ് മാത്രമേ ഉള്ളൂ, ഡിഗ്രി പോലും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഒരു 35,000 to 45,000 റേഞ്ചിൽ പാക്കേജ് വാങ്ങുന്നുണ്ട്. അത് കേരളത്തിലുള്ള പാക്കേജാണ്. ബാംഗ്ലൂരിൽ പോകുന്ന സമയത്ത് കുറച്ചുകൂടെ ബെറ്റർ ആവും, പിന്നെ ഗൾഫ് കൺട്രീസിൽ പോകുന്ന സമയത്ത് കുറച്ചുകൂടെ ബെറ്റർ ആവും. ബട്ട് എഗെയിൻ വിത്ത് എക്സ്പീരിയൻസ് ഈ പാക്കേജ് എന്താവുകയാണ്, ഡബിൾഡ് ആവുകയാണ് അല്ലെങ്കിൽ ട്രിപ്പിൾ ആവുകയാണ്. ഇത് ഞാനിപ്പം പറഞ്ഞത് ഫ്രഷ് പാക്കേജാണ്. പക്ഷേ വീണ്ടും നമ്മൾ എക്സ്പീരിയൻസ് കൂടുന്ന സമയത്ത് ഈ പാക്കേജ് അത് നല്ലോണം കൂടും. അത് നമുക്ക് എത്ര വരെ പോകും എന്നുള്ള കാര്യം പറയാൻ പറ്റത്തില്ല. ഇപ്പം എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾ ഇപ്പം ഗൾഫിൽ അല്ലെങ്കിൽ കാനഡയിൽ, ഓസ്ട്രേലിയയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ പാക്കേജ് കോടികളിലാണ് ഇയർലി. അത് എക്സ്പീരിയൻസ് ആണ്. ഞാനിപ്പം പറഞ്ഞത് 20 ഇയേഴ്സ് 20 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഒരു പാക്കേജാണ്. ബട്ട് ഒരു ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് അപ്പോഴേക്ക് കുട്ടി ഡിഗ്രിയൊക്കെ കംപ്ലീറ്റ് ചെയ്യും. ഒരു 1-2 വർഷം കൊണ്ട് തന്നെ ആ ഒരു ആനുവൽ പാക്കേജ് ഒരു 12 lakh to 18 lakhിലേക്കൊക്കെ കയറും. ഒരു വിത്തിൻ 1 or 2 years സൈമിൾട്ടേനിയസ്ലി അത് കയറി പോയിക്കോളും എക്സ്പീരിയൻസ് കൂടുമ്പോൾ. പിന്നെ വേറെ ഡൗട്ട്, ഇപ്പം പാരൻസിൻ്റെ വ്യൂവിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ അവരുടെ അടുത്ത് പറയുക, ചിലപ്പോൾ അവർക്ക് അതിനെപ്പറ്റി കൂടുതൽ നോളജ് ഇതിനെപ്പറ്റി ഉണ്ടാവണമെന്നില്ല, ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന്. അപ്പം അവരെ കൺവിൻസ് ചെയ്യാന്നുള്ളതും ഇറ്റ് മൈറ്റ് നോട്ട് ബി സോ ഈസി എന്ന് പറയുന്നത്. അപ്പോൾ പാരൻസിൻ്റെ അടുത്ത് പറയാനുണ്ടെങ്കിൽ എന്താണ്? കാരണം അവർ നോക്കുമ്പോൾ സ്റ്റുഡൻസിനെ അവരുടെ മക്കളെ ഇവിടെ വിടുന്നു, അങ്ങനെ അവരുടെ ഒരു കൺസേൺ. അത് കോഴ്സിൻ്റെ ആംഗിളിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ട്രഡീഷണൽ രീതിയിലാണ് കോഴ്സ് എടുത്ത് മുന്നോട്ടേക്ക് പോകുന്നതെങ്കിൽ, അതായത് ഇപ്പം +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സയൻസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും അവർക്ക് ഈ പറയുന്ന ക്വാളിഫിക്കേഷൻസ് ചെയ്യാം. 12th സയൻസ് സ്റ്റുഡൻസിനും ചെയ്യാം, 12th കൊമേഴ്സ് സ്റ്റുഡൻസിനും ചെയ്യാം. രണ്ടു കൂട്ടർക്കും ഈക്വലി ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു ക്വാളിഫിക്കേഷനാണ് ഈ പറയുന്ന CA ACCA പോലുള്ള ക്വാളിഫിക്കേഷൻസ്. സോ ഞാനൊരു സയൻസ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഞാൻ നീറ്റ് JEE ചെയ്ത് MBBSനോ അല്ലെങ്കിൽ എൻജിനീയറിങ്ങിനോ പോകുന്ന സമയത്ത് വരുന്ന ആ ഒരു ഫീസോ ഡ്യൂറേഷനോ ഇവിടെ വരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ഡ്യൂറേഷൻ കുറവാണ്, ഫീസും കുറവാണ്, എത്രയും പെട്ടെന്ന് നമുക്ക് ജോലിയിലേക്ക് കയറാം. ഇനി കൊമേഴ്സിൻ്റെ ട്രഡീഷണൽ റൂട്ട് എന്താണ്? BCom എടുക്കുക, MBAക്ക് പോവുക, 5 years എടുക്കും. അതിൻ്റെ ഫീസ് ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 10 lakhs വരും. ഒരു നല്ലൊരു കോളേജിൽ നിന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ മേ ബി ഒരു 5 to 6 lakh ഫോർ MBAക്ക് നല്ലൊരു ഫീസ് എന്തായാലും വരുന്നുണ്ട്. ഞാനൊരു 10 lakhs അപ്രോക്സിമേറ്റ്ലി ഇടുകയാണ്, അല്ലെങ്കിൽ ഒരു 6-7 lakhs അപ്രോക്സിമേറ്റ്ലി ഇടുകയാണ്. ഈ ഒരു ഫീസിൻ്റെ പകുതി എമൗണ്ടിനാണ് നമ്മൾ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻസ് കംപ്ലീറ്റ് ചെയ്യുക, ACCA CA കംപ്ലീറ്റ് ചെയ്യുക. ആൻഡ് ഡ്യൂറേഷനും 2 years ഉള്ളൂ. അവിടെ 5 years ഉണ്ട്, ഇവിടെ 2 years. അപ്പോൾ 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ടൊരു കുട്ടി ACCA ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു 3 years നമുക്കൊരു ടൈം പീരീഡ് എടുക്കാം. ഈ 3 years ആണല്ലോ ഡിഗ്രി ചെയ്യാം. 3 years കൊണ്ട് ഹിൽ കംപ്ലീറ്റ് ACCA. അതിൻ്റെ കൂടെ നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഡിഗ്രി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അത് കിട്ടും, ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടും. പിന്നെ 2 years കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു കുട്ടി ഈ പറയുന്നത് പോലെ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ 3rd year ആകുമ്പോഴേക്ക് 1 year എക്സ്പീരിയൻസുമായി. നേരെ മറിച്ച് നമ്മൾ ട്രഡീഷണൽ റൂട്ടിൽ പോവുകയാണെങ്കിൽ 3 years കൊണ്ട് ഡിഗ്രി മാത്രമേ ഉള്ളൂ. ഇവിടെ ഡിഗ്രി ഉണ്ട്, അതുപോലെ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ട്, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവുകയാണ്, അതുപോലെ തന്നെ ഒരു 1 year എക്സ്പീരിയൻസും കൂടി കിട്ടും. അപ്പം തമ്മിൽ വെച്ച് നോക്കുമ്പോൾ ഒരു ഹോൾസം പാക്കേജാണ്. സ്റ്റുഡന്റ് ഈസ് പാഷനേറ്റ്, ഓഫ് കോഴ്സ് ദിസ് ഈസ് ദ റൈറ്റ് തിങ്. ദിസ് ഈസ് ദ റൈറ്റ് തിങ്. പാഷനേറ്റ് അല്ലെങ്കിൽ ആവണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. വരില്ലല്ലോ അതുകൊണ്ട്. അപ്പോൾ ഈ ഡിഗ്രി എന്ന് പറയുന്ന ഒരു നമ്മൾ കൊടുക്കുമല്ലോ, അപ്പോൾ അവിടെ എന്തായിരിക്കാം ആ ഡിഗ്രി ടൈം, ലൈക്ക് വാട്ട് ഡിഗ്രി ഇൻ വാട്ട് എന്നുള്ളൊരു
അതായത് നമുക്ക് ഡിസ്റ്റൻസ് ആയിട്ട് ഏത് യൂണിവേഴ്സിറ്റി ഡിഗ്രിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പം കുട്ടികൾ ഇപ്പം മെയിൻലി ചെയ്യുന്നത് ഇഗ്നോയുടെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ അടക്കം നമ്മൾ എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. സെപ്പറേറ്റ് ആയിട്ട് നത്തിങ് റിലേറ്റഡ് വിത്ത് ദ ഇല്ല, അത് ഇതിലെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിഗ്രിയിൽ പഠിക്കുന്ന കാര്യങ്ങളുടെയൊക്കെ എത്രയോ അഡ്വാൻസ്ഡ് കാര്യങ്ങളാണ് ഈ ACCA CA പോലെയുള്ള ക്വാളിഫിക്കേഷൻസിൽ നമ്മൾ പഠിക്കുന്നത്. സോ ഡിഗ്രി ഇറ്റ് വിൽ ബി എ ഈസി കേക്ക് വാക്ക്, വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ അത് ക്ലിയർ ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു നമ്മുടെ സ്റ്റുഡൻസൊക്കെ ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യാതെ തന്നെ ജസ്റ്റ് പോയിട്ട് പരീക്ഷ എഴുതുന്ന പാസ്സാവുന്ന ആ ഒരു രീതിയിലാണ് കാര്യങ്ങളുള്ളത്. ഈ കൊമേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പം വളരെ കോമ്പറ്റീറ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കുക, ആ ഒരു റേസ് പോലെ പിള്ളേർ പോയിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. അതിപ്പോൾ റാങ്ക് മാറ്റേഴ്സ് എന്ന് പറയുന്നൊരു സംഭവം തീർച്ചയായിട്ടും നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അതല്ലാതെ നോക്കുമ്പോൾ ആ റേസിലേക്ക് എത്തണമെന്നുള്ളത്, ആ റേസിൽ ഹിറ്റ് ചെയ്ത് ഇഫ് ദേ വോണ്ട് ടു ഏൺ മോർ, ആ ഒരു റാങ്ക് പെർസ്പെക്റ്റീവ് മാത്രം പോരല്ലോ. അപ്പോൾ അതും നമുക്ക് ഇവിടെ അതിനുള്ള ഇവിടുത്തെ ആ ഒരു ട്രെയിനിങ് ബോത്ത് അതിൻ്റെ എങ്ങനെയാണ്, അതൊരു വളരെ നല്ലൊരു ചോദ്യമാണ്. ഇതിൽ കൊമേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഏത് ഏജിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നൊരു ക്വാളിഫിക്കേഷനാണ്. നമുക്കിവിടെ നമ്മുടെ സ്റ്റുഡൻസ് ആയിട്ട് 18 വയസ്സുള്ള ആളുമുണ്ട്, 50 വയസ്സുള്ള ആളുമുണ്ട്. അപ്പോൾ ഏത് ഏജിൽ വേണമെങ്കിലും ചെയ്യാം. ആൻഡ് ഇതിൻ്റെ ക്വാളിറ്റി, നമ്മൾ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ക്വാളിറ്റി എന്താവുകയാണ്, ഇമ്പ്രൂവ് ആവുകയാണ്. കാരണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. സോ ഓട്ടോമാറ്റിക്കലി വൺസ് നമ്മളൊരു ACCA കംപ്ലീറ്റ് ആയി, CA കംപ്ലീറ്റ് ആയി എന്ന് പറയുമ്പോഴേക്ക് വി ആർ നോട്ട് ദി സെയിം പേഴ്സൺ, ദ ഓൾഡ് പേഴ്സൺ. നമ്മളെന്തായി കംപ്ലീറ്റ്ലി മാറി, ജോയിൻ ചെയ്ത ആളല്ല, പുതിയൊരു മനുഷ്യൻ. ആ ഒരു നോളേജും സ്കില്ലും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ്ഡ് ആയി. സോ ഡെഫിനറ്റ്ലി നമ്മൾ റെസ്റ്റ് ഓഫ് ദി അതർ കൊമേഴ്സ് ഗ്രാജുവേറ്റ്സിൽ നിന്ന് നമ്മൾ ഡെഫിനറ്റ്ലി ഒരു സ്റ്റാൻഡ് ഔട്ടാണ്. എന്നാൽ അതിൽ നിന്നും കൂടുതൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമ്മുടെ സ്റ്റുഡൻസിന് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റുഡൻസിന് അഡീഷണൽ എന്താ പറയുക ട്രെയിനിങ് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള അഡീഷണൽ ട്രെയിനിങ് പ്രോഗ്രാംസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം കുട്ടികൾക്ക് ഇൻ്റർവ്യൂവിൽ എക്സൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ സോഫ്റ്റ് സ്കിൽസ്, എക്സൽ അല്ലെങ്കിൽ ലാംഗ്വേജ് ട്രെയിനിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, സാർ പറഞ്ഞ പോലെ GD ക്രാക്ക് ചെയ്യുക, ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യുക, അതിനുള്ള പ്രോഗ്രാംസാണ് അറ്റ് ദി മൊമെൻറ്റ് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭാവിയിൽ ഈ കുട്ടികൾക്ക് ട്രെയിനിങ് ഫെസിലിറ്റീസ് അടക്കം നമ്മൾ കൊടുക്കും. അതായത് പ്രാക്ടിക്കൽ ഓൺ ദി ജോബ് ട്രെയിനിങ് ഫെസിലിറ്റീസ് നമ്മൾ കൊടുക്കും. സോ ദാറ്റ് വൺസ് ദേ ആർ ഫിനിഷിംഗ് ഓഫ് ACCA CA ഫ്രം സൈലം, അവരൊരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടായിരിക്കണം പുറത്തേക്ക് പോകേണ്ടത്. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ആ ഒരു എന്താ പറയുക പ്രൊമോഷൻ എന്ന് പറയുന്നത്. അതായത് സൈലത്തിൽ പഠിച്ചൊരു കുട്ടി ഇത് കംപ്ലീറ്റ് ചെയ്ത് ജോലിക്ക് കയറി എന്ന് പറയുന്നതാണ് നമുക്ക് ആഗ്രഹം. അങ്ങനെയാണ് നമ്മൾ പ്രൊമോഷൻ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ചോദിച്ചതിൻ്റെ റീസൺ, ഇപ്പോൾ നമുക്കറിയാവുന്ന കുറച്ച് ഫ്രണ്ട്സ് ഇപ്പം കൊമേഴ്സ് രീതിയിൽ വന്ന് നല്ല ഹൈ മാർക്സ്, പക്ഷേ ഇൻ്റർവ്യൂവിലേക്ക് വന്നു, ഈസ് നോട്ട് ദാറ്റ് ഗുഡ് ഇൻ കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ആസ് ഇൻ ലൈക്ക് ആ ഒരു ഇത്. അപ്പം GD ക്രാക്ക് ചെയ്യാൻ പറ്റി ബട്ട് PIയിൽ പോയി. അപ്പോൾ അവിടെ പക്ഷേ കമ്പനി ആ വ്യക്തിനെ എടുക്കുകയായിരുന്നെങ്കിൽ കമ്പനിക്ക് നല്ലൊരു ഇത് ചെയ്യാമായിരുന്നു. പക്ഷേ അവിടെ അപ്പോൾ അത് ലോസ് ആയിപ്പോയി. അങ്ങനെ വരുന്നൊരു സിറ്റുവേഷൻ നമുക്ക് സർട്ടിഫിക്കറ്റ്സ് മാത്രം പോരാ, നമുക്ക് ഡെഫിനറ്റ്ലി ഇൻ്റർവ്യൂവറുടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഇൻ്റർവ്യൂവിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റണം, ഇൻ്റർവ്യൂവറെ കൂടുതലായിട്ട് ഇംപ്രസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ആ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ നമ്മളൊരു സെപ്പറേറ്റ് ഫോക്കസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. സ്കില്ലും ഇപ്പോൾ നമ്മൾ സ്കില്ല് കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസം എന്ന് പറയുന്നത് കൊമേഴ്സിൽ കേരളത്തിൽ ഒരു ഹയറിംഗ് സീസൺ ആയിരുന്നു. അപ്പോൾ നമ്മുടെ കുറേ കുട്ടികൾ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടാകെ ഒരു 1-2 months ആയിട്ടുള്ളൂ. ബട്ട് സ്റ്റിൽ നമുക്ക് ഈ ഒരു 2 months നമ്മുടെ അടുത്ത് വന്നിട്ടുള്ള കുട്ടികൾ കുറേ പേര് ജോബ് പ്ലേസ്ഡ് ആയിട്ട് പോയിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് വളരെ എന്താ പറയുക സന്തോഷപൂർവ്വം അഭിമാനപൂർവ്വം പറയാൻ പറ്റും. അതിൽ മിക്ക കുട്ടികളും ഇൻ്റർവ്യൂ ഒക്കെ നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിന്നാണ് ഓൺലൈനിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. അതിനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ക്ലാസ് ടൈമിങ്ങും കൂടെ തീർച്ചയായിട്ടും പലരും തിങ്ക് ചെയ്യുന്ന കാര്യം, നമുക്ക് ഫീസിബിൾ ആണോ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ ഒരു ടൈമിങ്ങിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതെങ്ങനെയായിരിക്കും നമ്മളുടെ ടൈമിംഗ്? നമ്മുടെ ടൈമിംഗ് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ടൈമിംഗ് ആണ്. ഇപ്പം ACCA ഒക്കെ ആണെങ്കിൽ നമ്മുടെ ക്ലാസ്സുകളൊക്കെ മിക്കതും ഹാഫ് ഡേ സെഷൻസ് ആണ്. അപ്പോൾ കുട്ടികൾ ഉച്ചവരെ ഇവിടെ പഠിക്കും, എന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം അവർ സ്റ്റേ ബാക്ക് ചെയ്യും. ഇവിടുന്ന് അഡീഷണൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു പാറ്റേൺ ആണ് ACCAക്കുള്ളത്. CAയിൽ കണ്ടിന്യൂസ് ക്ലാസ്സുകളാണ്, മോർണിംഗ് ടു ഈവനിങ് ക്ലാസ്സുകളുണ്ട്. പിന്നെ നമ്മളൊരു ഹൈബ്രിഡ് സെഷൻ ആണ് കൊമേഴ്സിൽ പ്ലാൻ ചെയ്യുന്നത്. ഹൈബ്രിഡ് സെഷൻ ഈസ് ലൈക്ക് ഒരു കുട്ടി നാളെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു ഷോർട്ട് വീഡിയോ കുട്ടിക്ക് ഇന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ആ കുട്ടി അത് ഇന്ന് വീട്ടിലിരുന്ന് ആ വീഡിയോ കാണും, കണ്ടന്റ് ചെറുതായിട്ട് മനസ്സിലാക്കും. സ്പൈക്ക് പോയിന്റ്സ് യു വിൽ ഗിവ്, മെയിൻ പോയിന്റ്സ്. യാ. അപ്പോൾ നാളെ കുട്ടി ക്ലാസ്സിൽ വരുമ്പോൾ ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവും.
ആ ധാരണയുടെ മുകളിൽ നമ്മൾ റെഗുലർ ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു സെഷൻ കൊടുക്കും. നമ്മളിപ്പോൾ രണ്ടും പറഞ്ഞു, റാങ്ക്സിൻ്റെ രീതിയിലും പറഞ്ഞു, അതല്ലാതെയും പറഞ്ഞു. ഇപ്പോൾ റാങ്ക്സിൻ്റെ ബേസിൽ ഓഫ് കോഴ്സ് അതൊരു കാര്യം തന്നെയാണല്ലോ തീർച്ചയായിട്ടും. അതിൽ വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ ഇവിടെ എങ്ങനെയാണ്, ഇവിടുത്തെ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ എങ്ങനെയാണ്? നമ്മൾ ക്ലാസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ് ദിസ് ഇയർ തുടങ്ങിയിട്ട് ഒരു 2 months ആയിട്ടുള്ളൂ. ഇതിനിടയിൽ നമ്മുടെ ACCAയുടെ റിസൾട്ട്സ് വന്നിട്ടുണ്ട്. ACCAയിൽ നമുക്ക് ഇന്ത്യയിൽ ഒരു ഓൾ ഇന്ത്യ റാങ്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒമാനിൽ ഒരു റാങ്കും കൂടി വന്നിട്ടുണ്ട്. തുടങ്ങിയ പാട് തന്നെ നമുക്ക് ഫസ്റ്റ് സെഷനിൽ ഒരു 2 റാങ്ക്സ് നമ്മുടെ സ്റ്റുഡൻസിന് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഇവിടുത്തെ ഒരു പ്രോ ട്രെയിനർ എന്ന് തീർച്ചയായിട്ടും പറയാം. അപ്പോൾ വീണ്ടും നമുക്ക് എത്ര ട്രെയിനേഴ്സ് ഉണ്ട്, അല്ലെ ഫാക്കൽറ്റി? ഇപ്പോൾ നമ്മൾ ഒന്ന് പഠിക്കാൻ വരുമ്പോൾ തീർച്ചയായിട്ടും തിങ്ക് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ്. ഒന്ന് ഫാക്കൽറ്റീസ് ആരൊക്കെയാണ്, 2 ഇൻഫ്രാസ്ട്രക്ചർ, ഫെസിലിറ്റി, വോട്ട് എവർ. അപ്പോൾ അതിലേക്ക് നോക്കുമ്പോൾ ഒരു ട്രെയിനിങ് ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ എന്തൊക്കെയാണ്? നമ്മുടെ ലെക്ചറേഴ്സൊക്കെ ഒരു 10 years പ്ലസ് എക്സ്പീരിയൻസ് ഉള്ള ലെക്ചറേഴ്സാണ് മിക്കവരും ഓൾറെഡി. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. എന്നാലും നമുക്കിപ്പോൾ ഓൾറെഡി നമ്മുടെ പാനലിൽ ഒരു 25 to 30 ട്രെയിനേഴ്സ് ഓൾറെഡി ഓൺ ബോർഡഡ് ആണ്. മറ്റുള്ള ഏരിയാസിൽ, അതായത് നോർമലി കൊമേഴ്സിൻ്റെ ആ ഒരു ഫീൽഡിൽ ലെക്ചറേഴ്സൊക്കെ പല ഏരിയാസിൽ വർക്ക് ചെയ്യുന്ന ലെക്ചറേഴ്സ് ആയിരിക്കും. അതായത് അവർക്ക് ഫ്രീലാൻസേഴ്സ് ആയിരിക്കും. ഇവിടുത്തെ ഒരു പ്രത്യേകത, ലെക്ചറേഴ്സൊക്കെ ഇൻഹൗസ് ആണ്. ഇവിടുത്തെ സൈലത്തിൻ്റെ സ്റ്റാഫായിട്ടാണ് ഉണ്ടാവുക. എംപ്ലോയീസ്. സോ ഫുൾ ടൈം അവർ അവൈലബിൾ ആയിരിക്കും. നോർമലി ഇപ്പോൾ ഞാൻ നോർമലി ഇവിടുത്തെ ഒരു മാർക്കറ്റിൽ ഒരു ട്രെൻഡ്, ഞാനൊരു സ്ഥാപനത്തിൽ പോയിട്ട് ക്ലാസ് എടുക്കും. വൺസ് ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ വേറെ എവിടെയെങ്കിലും പോയിട്ട് ക്ലാസ് എടുക്കും. കറക്റ്റ്. ഈ ഫസ്റ്റ് ഗസ്റ്റ് ഫാക്കൽറ്റീസ് ആയിട്ടുണ്ടാകും. അപ്പോൾ ഈ ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ സ്റ്റുഡൻസിന് ചില സമയത്ത് ഞാൻ അവൈലബിൾ ആയിരിക്കത്തില്ല. എന്നാൽ ഇവിടെ ഫുൾ ടൈം ലെക്ചറേഴ്സ് ആയിട്ടാണ് നമ്മളെല്ലാവരും എംപ്ലോയ് ചെയ്യുന്നത്. പ്രൊഡക്റ്റ് പോലെ യു ആർ ദെയർ വിത്ത് I'll be there. സോ ഈവൺ ആഫ്റ്റർ ക്ലാസ്സസ് നമ്മൾ അവൈലബിൾ ആയിരിക്കും. നമ്മൾ ഒരു ക്ലാസ് ഒരു 4:30 വരെയാണെങ്കിലും നമ്മളൊരു 6:30 വരെയൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ സ്റ്റേ ബാക്ക് ചെയ്ത് കുട്ടികൾക്ക് വേണ്ട സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത്. ഇൻ ഷോർട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫെസിലിറ്റി വിത്ത് മിനിമം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ക്ലാസ്സസ് യു വിൽ ഗെറ്റ്. അഫോർഡബിൾ പ്രൈസ് എന്ന് തീർച്ചയായിട്ടും പറയാം. ആൻഡ് വെരി കൂൾ ഫാക്കൽറ്റീസ്. പിന്നെ വളരെ സുഖകരമായിട്ട് പഠിച്ചവർ എറണാകുളത്ത് അടുത്ത് തന്നെയാണ്, ഹൈവേയിൽ തന്നെയാണ്. നമ്മുടെ ലൊക്കേഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. പാലാരിവട്ടം വൈറ്റില ആ ഒരു ഹൈവേയിൽ EMC ഹോസ്പിറ്റലിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ് നമ്മുടെ ക്യാമ്പസ് ഉള്ളത്. ലൊക്കേഷൻ പറയുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ ഒരു 3 kilometers ലുലു മാൾ, ലെഫ്റ്റ് സൈഡിൽ ഒരു 2 kilometers ഫോറം മാൾ. അപ്പോൾ 12th ഒക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു കൊമേഴ്സ് ഫീൽഡിലേക്ക് തീർച്ചയായിട്ടും വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും. അല്ല, മിക്ക കുട്ടികൾക്കുള്ള ഒരു വേറൊരു കൺസേൺ, ലൈക്ക് ഇതിൻ്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടെങ്കിലും നമ്മുടെ ക്യാമ്പസ് ലൈഫ് മിസ്സാകുമോ എന്നുള്ള ആ ഒരു ഡൗട്ട്, ആ ഒരു പേടി കുട്ടികൾക്കുണ്ട്. അത് ഇപ്പോൾ എനിക്ക് മാറി. അത് കണ്ടപ്പോൾ മാറി. അതെ. നമ്മൾ ആ ഒരു ക്യാമ്പ്, അതായത് കുട്ടികൾക്ക് മിസ്സാവാത്ത രീതിയിൽ ആ ഒരു ക്യാമ്പസ് ലൈഫ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതിനുള്ള ആ ഒരു ഫെസിലിറ്റീസ് ആണ് ഇവിടെ ഇപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ് ദ ഇൻഫർമേഷൻ. എന്തായാലും സോ താങ്ക് യു. താങ്ക്സ് ഫോർ യുവർ ടൈം. താങ്ക്സ് എ ലോട്ട്.